ജാർഖണ്ഡിൽ വൻ രാഷ്ട്രീയ അട്ടിമറിക്ക് സാധ്യത. ജെഎംഎം നേതാവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും ബിജെപി നേതാക്കളെ കണ്ടു. ജെഎംഎം ഇന്ത്യ സഖ്യം വിട്ട് എൻഡിഎയിൽ ചേർന്നേക്കും എന്നാണ് അഭ്യൂഹം. ആകെ 81 സീറ്റിൽ 34 സീറ്റുള്ള ജെഎംഎമ്മും 16 സീറ്റുള്ള കോൺഗ്രസും 4 സീറ്റുള്ള ആർജെഡിയും 2 സീറ്റുള്ള ഇടത് പാർട്ടിയും ചേർന്നതാണ് ജാർഖണ്ഡിൽ സർക്കാർ. എൻഡിഎയിൽ ബിജെപിക്ക് 21 സീറ്റുകളുണ്ട്. എൽജെപി, എജെഎസ്യു, ജെഡിയു എന്നീ കക്ഷികൾക്ക് ഓരോ സീറ്റുകളുമുണ്ട്. അതേസമയം ചില കോൺഗ്രസ് എംഎൽഎമാരും പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്നും. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. അപ്രതീക്ഷിതമായ ഒരു നീക്കം ഉണ്ടാകുന്നു. എന്താണ് ജാർഖണ്ഡിൽ സംഭവിച്ചത് അഭിലാഷ്? അശ്വതി, ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ അലയടിക്കുന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിൽ ജെഎംഎമ്മിന് വലിയ രീതിയിലുള്ള അവസരങ്ങൾ ലഭിച്ചില്ല എന്നുള്ളതാണ്. കൃത്യമായി ജെഎംഎമ്മിനെ പരിഗണിച്ചില്ല എന്നുള്ള ചില പ്രശ്നങ്ങൾ ജാർഖണ്ഡിലെ ഇന്ത്യ സഖ്യത്തിലുണ്ടായിരുന്നു. ജെഎംഎം ആ സമയത്ത് തന്നെ, തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞതാണ്, ഇത്തരത്തിൽ ബീഹാറിൽ തങ്ങളെ പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൽ ജാർഖണ്ഡിൽ അതിന് ചില നടപടികൾ ജെഎംഎം കൈക്കൊള്ളുമെന്നുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നു. എന്നാൽ അന്ന് ഇന്ത്യ സഖ്യം അത് കാര്യമായി കണ്ടില്ലെങ്കിൽ ഇപ്പോൾ അത് കൂടുതൽ വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ജെഎംഎം ബിജെപി നേതാക്കളുമായി ചർച്ചകൾ നടത്തുകയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിലുണ്ട്. അവിടെ ബിജെപി നേതാക്കളുമായി ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് വിവരം. ഒരു പക്ഷേ ഇന്ത്യ സഖ്യം വിട്ട് ജെഎംഎം എൻഡിഎയിൽ ചേരും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഒരു പക്ഷേ ഇന്ന് തന്നെ അതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ കയ്യിലുള്ള ജാർഖണ്ഡിലെ ഭരണം അത് കൈവിട്ടു പോകും, അത് നേരെ എൻഡിഎക്ക് പോകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ 34 സീറ്റുള്ള ജെഎംഎമ്മും 21 സീറ്റുള്ള ബിജെപിയും ചേർന്ന് അവിടെ എൻഡിഎ സർക്കാർ രൂപീകരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ വരുന്നു, വലിയ അട്ടിമറി നടക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, നേരത്തെ ഹേമന്ത് സോറൻ ജയിലിലായിരുന്ന സമയത്ത് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ചമ്പൈ സോറനായിരുന്നു. എന്നാൽ ഹേമന്ത് സോറൻ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് ചമ്പൈ സോറനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയ ഒരു സംഭവം ഉണ്ടായി. അതിന് പ്രതിഷേധിച്ചുകൊണ്ട് ചമ്പൈ സോറൻ ജെഎംഎം വിട്ട് ബിജെപിയിലേക്ക് ചേരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഹേമന്ത് സോറൻ ബിജെപി ചേർന്ന് എൻഡിഎ സഖ്യ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ ചമ്പൈ സോറൻ അവിടെ ഉപമുഖ്യമന്ത്രി ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ബിജെപിയിലേക്ക് വരുന്ന എല്ലാവർക്കും അവസരങ്ങൾ നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സംസ്ഥാനം കൂടി കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് അത്രയധികം വലിയ ചിന്തകൾക്കും അതുപോലെ തന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി അടക്കം ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യ സഖ്യത്തിൽ ഒരു നേതൃമാറ്റം ആവശ്യമുണ്ട്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള വലിയ വിമർശനങ്ങൾ ഇന്ത്യ സഖ്യത്തിനകത്ത് നിന്ന് തന്നെ രാഹുൽ ഗാന്ധിക്ക് നേരിടേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ജെഎംഎം കൂടി ഇന്ത്യ സഖ്യം വിട്ട് എൻഡിഎയിലേക്ക് പോകുന്നത്. ഇത് നരേന്ദ്രമോദിയും അമിത്ഷായെ സംബന്ധിച്ച് വലിയ വിജയമാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് കയ്യെത്തി പിടിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനം കൂടി ഇപ്പോൾ അവർ നേടിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നോർത്ത് ഇന്ത്യയിലെ ഒരു ബെൽറ്റ് കൂടി എൻഡിഎയിലേക്ക് പോകും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. ഇത് മാത്രമല്ല, ഈ ഒരു ഇഡി കേസ് ഹേമന്ത് സോറനെതിരെ നിലനിൽപ്പുണ്ട്. മാത്രമല്ല, ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് 31 ദിവസത്തിൽ കൂടുതൽ ഒരാൾ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ അയാളെ മുഖ്യമന്ത്രി സ്ഥാനം അടക്കമുള്ള മന്ത്രിസ്ഥാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രാജിവെക്കണം എന്നുള്ള ബില്ല് രാജ്യസഭയും ലോക്സഭയും ഒക്കെ പാസ്സാക്കിയതായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഹേമന്ത് സോറന്റെ കേസ് ബിജെപിയിലേക്ക് പോയാൽ അത് നീങ്ങും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുണ്ട്. ഇതെല്ലാം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ ജെഎംഎമ്മിന്റെ ഒരു നീക്കം. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിശദവിവരങ്ങൾ നൽകിയത്.